ഹലോ, ഹെൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 35 ചെസ്റ്റ് അളവുള്ള ചുരിദാർ വെട്ടുന്ന വിധമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ ദിവ്യ നമ്മളോട് ആവശ്യപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ അത് ക്ലോസ് നെക്കാണ്, 2.5 ഇഞ്ച് കഴുത്തിറക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഷോൾഡർ എങ്ങനെയാണ് എടുക്കുന്നത്, കൈക്കുഴി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നൈറ്റി തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം ദിവ്യയ്ക്ക് ചുരിദാറിൻ്റെ തുണിയാണ് മടക്കേണ്ടതെങ്കിൽ നൈറ്റി തുണിയാകുമ്പോൾ നമുക്ക് നീളത്തിൽ ഇങ്ങനെ മടക്കിയാൽ മതി. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് നൈറ്റി തുണി നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നൈറ്റി തുണി കിട്ടുന്നത്. അത് നമ്മൾ നീളത്തിൽ മടക്കിയിട്ട് 4 ആക്കി ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാ നീളത്തിൽ നമ്മൾ മടക്കിയിട്ട് 4 ആക്കി ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ നൈറ്റി തുണി മടക്കിയിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ചുരിദാറിൻ്റെ തുണിയാണെങ്കിൽ, എംബ്രോയ്ഡറി ഉള്ള ചുരിദാറിൻ്റെ തുണിയാണെങ്കിൽ നമ്മൾ മടക്കേണ്ടത് അതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എംബ്രോയ്ഡറി വരുന്ന എവിടെയോ, ഇതിപ്പം എംബ്രോയ്ഡറി വരുന്ന ഒരു ചുരിദാറിൻ്റെ പീസാണ്. അപ്പോൾ എംബ്രോയ്ഡറി വരുന്ന എങ്ങനെയാണോ ആ കണക്കിൽ നമ്മൾ മടക്കിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെയാണ് എംബ്രോയ്ഡറി വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്രണ്ട് വശം വരുന്ന രീതിയിൽ നമ്മൾ 2 ആക്കി മടക്കിയിട്ട് നമുക്ക് ഇത് 4 ആക്കി മടക്കാൻ പറ്റും. ഇത് പുറകുവശവും ഇപ്പോൾ ചുരിദാറിൻ്റെ തുണി നമുക്ക് ഇങ്ങനെ മടക്കിയിടാൻ പറ്റും. ഇത് നമ്മുടെ കഴുത്ത് വരുന്ന ഭാഗം, ബാക്കി നമുക്ക് ഷോൾഡർ, കൈക്കുഴി അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ എൻ്റെ ഒരു കസ്റ്റമറുടെ ആയതുകൊണ്ട് നമുക്കത് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നൈറ്റി തുണിയാൽ കാണിക്കുന്നത്. നമ്മളിവിടെ നൈറ്റി തുണി വിരിച്ചിട്ടുണ്ട്. ഇറക്കത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, എത്രയാണ് ഇറക്കം. എൻ്റെ ഇറക്കമാണ്, ചുരിദാറിൻ്റെ ഇറക്കമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് തയ്ച്ച് തീരുമ്പോൾ 46 കിട്ടുന്ന പോലെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. 46 നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മൾ തുണി 4 ആക്കി മടക്കി വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇച്ചിരി സ്പെഷ്യലായ ചുരിദാറാണ്, സരീഷ് അളവുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് എന്തൊക്കെ വ്യത്യാസം വരുത്തണം നോക്കാം. ആദ്യം ഞാൻ ഈ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലൊന്ന് വരച്ചിട്ടു. കാരണം ഇവിടെ ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കി അളവുകൾ രേഖപ്പെടുത്താൻ. ചുരിദാറിൻ്റെ തുണിയാണേലും ഇങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അളവുകൾ രേഖപ്പെടുത്താൻ. നമ്മൾ തുണി 4 ആക്കി ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകൾ രേഖപ്പെടുത്താം. സാധാരണ നമ്മൾ 3 അളവുകളാണ് ചുരിദാറിന് രേഖപ്പെടുത്തുന്നത്: ചെസ്റ്റ് അളവ്, വേസ്റ്റ് അളവ്, ഹിപ്പ് അളവ്. പക്ഷേ ഇതിന് നമുക്ക് ചെസ്റ്റ് അളവും വെസ്റ്റ് അളവും തമ്മിൽ 4 ഇഞ്ച് വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ അളവ് പറയാം. ചെസ്റ്റ് അളവ് 35, വെസ്റ്റ് അളവ് 39, വേസ്റ്റ് അളവ് 33.5, ഹിപ്പ് അളവ് 40, ഷോൾഡർ 14, ആം ഹോള് 18.5. ഇനി കഴുത്തിറക്കം, ഫ്രണ്ട് കഴുത്തിറക്കം 6 ഇഞ്ച്, പുറകു കഴുത്തിറക്കം 2.5. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇറക്കം മാത്രം തന്നിട്ടില്ല, കൈയിറക്കം തന്നിട്ടുണ്ട്. അതിപ്പം 24 ഇഞ്ചാണ് കൈയിറക്കം തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അളവുകളാണ് തന്നത്. അപ്പോൾ ഈ അളവുകളിൽ നമുക്ക് ബസ്റ്റ് അളവും ചെസ്റ്റ് അളവും തമ്മിൽ 4 ഇഞ്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ 4 അളവും ഈ തുണിയിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ 4 ആക്കി മടക്കിയിട്ടുണ്ട്, അളവുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇയാളുടെ ശരീര അളവുകൾ ഇച്ചിരി സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യലാണ്. ഇച്ചിരി സ്പെഷ്യലായ അളവുകളായതുകൊണ്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ സാധാരണ പുറകു കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡറിൻ്റെ അളവ് കുറവും ആം ഹോളിൻ്റെ അളവ് കൂടുതലുമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ 2.5 ഇഞ്ച് പുറകു കഴുത്തായതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കണം. സാധാരണ നമ്മൾ പുറകു കഴുത്ത്, കോളർ കഴുത്ത്, അല്ലെങ്കിൽ ഹൈനെക്ക് ബ്ലൗസ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡ് നെക്ക്, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കുക. ഇത് സാധാരണ രീതിയിലുള്ള അളവുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ ഇവിടെ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചുരിദാർ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഷോൾഡറിൻ്റെ അളവ് 14ആണ്, പുറകു കഴുത്തിൻ്റെ ഇറക്കം 2.5ആണ്. അപ്പോൾ നമുക്ക് 2.5 ആദ്യം അടയാളപ്പെടുത്താം. പുറകു കഴുത്തിൻ്റെ ഇറക്കം നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ എന്നോട് ദിവ്യ അകലം പറഞ്ഞത് 3 ഇഞ്ചാണ്. ഞാനിവിടെ 2.25 കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകു കഴുത്തിൻ്റെ
ഇറക്കം അടയാളപ്പെടുത്തി 2.5. അകലെ ഞാൻ 2.25 കൊടുത്തു. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ച്. ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ അടിയിലത്തെ അകലം, അതായത് താഴത്തെ അകലം 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. മുകളിൽ ഞാൻ 2.25 കൊടുത്തത്, താഴെ 3 ഇഞ്ചാണ് കൊടുത്തത്. പുറകു കഴുത്തിന് നമ്മൾ 2.25 കൊടുത്തത്, ഇറക്കം 2.5 കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു. ഇനി നമ്മുടെ ഷോൾഡർ നമ്മൾ 14 പറഞ്ഞു. അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. 15 വന്നു, ഷോൾഡർ 15 വന്നു. നമ്മൾ അതിൻ്റെ പകുതി 7.5 എടുത്തു. 7.5 എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ കാരണം ഇവർക്ക് ഷോൾഡർ കുറവും ആം ഹോൾ കൂടുതലുമാണ്. അതായത് ഷോൾഡർ 14 ആം ഹോൾ 18.5 അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടി കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ഇവരുടെ ചുരിദാർ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തു. നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്ത് അതിൻ്റെ 2-1 വന്നു. അതായത് 14 നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തു, 15 വന്നു. അതിൻ്റെ 2-1 വണ്ണം എന്ന് പറയുന്നത് 7.5 നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ടാണ് കണക്കാക്കേണ്ടത്. ആം ഹോൾ റൗണ്ട് 18.5 നമ്മൾ 1/2 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുത്ത് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്ത് 19 വന്നു. 19ൻ്റെ പകുതി എന്ന് പറയുന്നത് 9.5. അപ്പോൾ 9.5 നമുക്ക് എവിടെ കിട്ടുന്നു അതനുസരിച്ചായിരിക്കണം നമ്മൾ കൈക്കുഴി രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ തന്നെ കൈക്കുഴി ഒന്ന് കൊടുത്തു. നമ്മൾ 7.5 ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആ 7.5 തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഷോൾഡർ കുറവും ആം ഹോൾ കൂടുതലും ആയതുകൊണ്ട് നമുക്ക് ഈ സ്ലോപ്പ് അത്യാവശ്യമാണ്. നമ്മൾ 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. ഇനി നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ ആം ഹോളിൻ്റെ ഇറക്കം രേഖപ്പെടുത്തേണ്ടത്. അതായത് ഈ തയ്യൽ തുമ്പും കൂടെ കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കം 7.5 ഇഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി. സ്ലോപ്പ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ 7.5 ഇഞ്ച് താഴേക്ക് ഇറക്കം അടയാളപ്പെടുത്തി. നമുക്കിനി ചെസ്റ്റ് അളവ് 35. അപ്പോൾ 35ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 39 വന്നു. 39ൻ്റെ 4 എന്ന് പറയുന്നത് 9.25. അപ്പോൾ 9.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. അത് നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ചെസ്റ്റ് അളവിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് മുകളിലേക്ക് അളന്നാൽ നമുക്കിവിടെ 9.25 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 7.5 കൊടുത്തത്. അതായത് ഷോൾഡറിൻ്റെ അതേ അളവാണ് നമ്മൾ കൈക്കുഴിക്ക് കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ 7.25 നമ്മൾ കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തു. അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. നമ്മൾ അളന്നാൽ നമുക്കിവിടെ 9.5 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ഇവരുടെ വ്യത്യാസം. നമ്മൾ സാധാരണ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്തിട്ട് ഷോൾഡർ എടുക്കുന്ന അതേ അളവ് തന്നെ കൈക്കുഴി കൊടുത്തിട്ട് അളന്നാൽ ഇങ്ങനെ വരുന്നവർക്ക്, അതായത് ഷോൾഡർ കുറവും ആം ഹോൾ കൂടുതലും വരുന്നവർക്ക് ചുരിദാർ കറക്റ്റ് ആവില്ല. അപ്പോൾ അവരുടെ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്ത് ചെയ്യുമ്പോൾ ഇവരുടെ ആം ഹോൾ റൗണ്ട് വലുതായതുകൊണ്ട് തന്നെ അവർക്ക് ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ കൈ ടൈറ്റ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴുത്തിറങ്ങി പോകാൻ സാധ്യതയുണ്ട്. കഴുത്തിന് പിടുത്തം വരും, കൈക്ക് പിടുത്തം വരും, അത്തം പ്രശ്നമായിരിക്കും. ചുരിദാർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കാൻ പറ്റാത്ത ശരീരപ്രകൃതിക്കാരുമുണ്ട്. ഷോൾഡറിനേക്കാളും കൂടുതൽ കൈക്കുഴി കൊടുക്കേണ്ട ശരീരപ്രകൃതിക്കാരുമുണ്ട്. പല അളവുകളായിരിക്കും, ഓരോ മനുഷ്യനും പല അളവുകളായിരിക്കും. നേരിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും ആ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ തുണിയിൽ അപ്ലൈ ചെയ്ത് കറക്റ്റ് ആക്കുമ്പോഴാണ് നമുക്ക് നല്ല ഡ്രസ്സ് തയ്ക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ശരീരപ്രകൃതിക്ക് ആ മെത്തേഡും ശരിയാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ആം ഹോൾ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ആ മെത്തേഡായിരിക്കണം നമ്മൾ തുണിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ കൊടുത്തു. ഷോൾഡറിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂട്ടി കൊടുത്തു. അതിന് കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഷോൾഡർ കുറവും ആം ഹോൾ റൗണ്ടും കൂടുതലും ആയതുകൊണ്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടി കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോളറിനും ഹൈനെക്ക് ബ്ലൗസിനൊക്കെയാണ് അങ്ങനെ ചെയ്യാറ്. അതിന് പകരമായിട്ട് ഇവരുടെ ശരീരപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട്, അതായത് ശരീര അളവുകളുടെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തിട്ടാണ്, അതായത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഷോൾഡറിനേക്കാളും 1/4 ഇഞ്ച് കൈക്കുഴി ഇറക്കം കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് ആക്കിയിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷോൾഡർ കുറവും ആം ഹോൾ കൂടുതലും ആയതുകൊണ്ടാണ് ഇത്രയും പ്രത്യേകതകൾ ഈ ചുരിദാറിന് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചെസ്റ്റ് അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക്
4 അളവ് വേണം. സാധാരണ നമ്മൾ 3 അളവിലാണ് ചുരിദാർ കട്ട് ചെയ്യുന്നത്. അതായത് ചെസ്റ്റ് അളവ്, വേസ്റ്റ് അളവ്, ഹിപ്പ് അളവ് അങ്ങനെയാണ്. പക്ഷേ ഇതിന് നമുക്ക് ചെസ്റ്റ് അളവും ബ്രസ്റ്റ് അളവും തമ്മിൽ 4 ഇഞ്ച് വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് 4 അളവും ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 11 ഇഞ്ച് ബസ്റ്റ് അളവ് രേഖപ്പെടുത്തുകയാണ്. മുകളിൽ നിന്ന് നമ്മൾ 11 ഇഞ്ച് ബസ്റ്റ് അളവ് അടയാളപ്പെടുത്തി. നമ്മൾ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയത് 8 ഇഞ്ചാണ്. 11 ഇഞ്ച് നമ്മൾ ബസ്റ്റ് അളവ് രേഖപ്പെടുത്തി. 15 ഇഞ്ച് വേസ്റ്റ് അളവ് നമ്മൾ രേഖപ്പെടുത്തി. ഇത് ദിവ്യ തന്ന അളവാണ്. ഇനി 21 ഇഞ്ച് ഹിപ്പ് അളവ്. ഇതവർ ശരീരത്തിൽ നിന്ന് എടുത്ത അളവാണെന്നാണ് പറഞ്ഞത്. അപ്പം 21 ഇഞ്ച് ഹിപ്പ് അളവ് രേഖപ്പെടുത്തി. അപ്പം നിറയെ പ്രത്യേകതകളുള്ള ഒരു ചുരിദാറാണിത്. അതായത് ഷോൾഡർ കുറവും ആംഹോൾ കൂടുതലും, ബസ്റ്റ് അളവ് കൂടുതലും, ചെസ്റ്റ് അളവ് കുറവും, ചെസ്റ്റും വേസ്റ്റും കുറവും, ബ്രസ്റ്റ് അളവ് കൂടുതലുള്ള ശരീരപ്രകൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 4 അളവ് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവിന് 9.25 അടയാളപ്പെടുത്തി. അപ്പോൾ അടുത്ത അളവ് 39 ബസ്റ്റ് അളവിന്. അതായത് ബ്രസ്റ്റ് അളവിന് നമുക്ക് 39 39-നോട് 4 കൂട്ടുമ്പോൾ നമുക്ക് 43 വന്നു. 43-ന്റെ 4 എന്ന് പറയുന്നത് 10.25 അപ്പോൾ 10.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. 10.25 നമ്മളിവിടെ 9.25 ചെസ്റ്റ് അളവിലും 10.25 നമ്മൾ ബ്രസ്റ്റ് അളവിലും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേസ്റ്റ് അളവാണ്. അപ്പോൾ 33 33-നോട് 4 കൂട്ടുമ്പോൾ നമുക്ക് 37 വന്നു. 37-ന്റെ 4 1 എന്ന് പറയുന്നത് 9.25 1 പോയിന്റ് വേണം. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് 40 ഇഞ്ചാണ് ഹിപ്പ് അളവ്. അപ്പോൾ 40-നോട് 4 കൂട്ടുമ്പോൾ 44 വന്നു. 44-ന്റെ 4 ഭാഗം 11 ഇഞ്ച്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവരുടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ് ചെയ്യുക, അല്ലേ? സാധാരണ നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ് ചെയ്യുക. നമുക്ക് ചെസ്റ്റ് അളവ് കൂടുതലായിരിക്കും, വേസ്റ്റിനേക്കാളും ചെസ്റ്റ് അളവ് കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും ഏകദേശം തുല്യമായ കണക്കാണ്. അപ്പം ബ്രസ്റ്റ് അളവ് ഇവർക്ക് കൂടുതലുള്ളതുകൊണ്ട് നമുക്കൊരിക്കലും ഇങ്ങനെ ചിരിച്ചു വരയ്ക്കാൻ പറ്റില്ല. അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ അളവിൽ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 10-10.25 കൊണ്ടേ വെക്കുക. അതിനുശേഷം ഈ ചെസ്റ്റ് അളവിലേക്ക് രേഖപ്പെടുത്തുക. ഇതുണ്ടോ? ഇങ്ങനെ വരും. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചുരിദാറിൽ അടയാളപ്പെടുത്തേണ്ടത്. അതേസമയം നമ്മളിങ്ങനെ സാധാരണ വരയ്ക്കുന്നവർ വരച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ടൈറ്റ് ആയി പോവും. ഇവർക്ക് ഈ ചുരിദാർ കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർവ്ഡ് ഷേപ്പിലായിരിക്കണം ഇവിടെ വരയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് നിറയെ പ്രത്യേകതകളുള്ള ശരീരപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ കണക്കിൽ കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ അളവുകളിൽ കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ചുരിദാർ കറക്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി തയ്യൽ തുമ്പിടുന്നത് 1.5 ഇഞ്ച് ഇവിടെ, 1.5 ഇഞ്ച് ഇവിടെ, 1.5 ഇഞ്ച് ഇവിടെ. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കർവ്ഡ് ഷേപ്പിലായിരിക്കണം വരയ്ക്കേണ്ടത്. എന്താ? അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു. അതായത് നമ്മൾ ശരീര പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ 4 അളവ് രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷോൾഡർ കുറവ്, ആം ഹോൾ റൗണ്ട് കൂടുതൽ, ബ്രസ്റ്റ് അളവ് കൂടുതൽ. അപ്പോൾ വേസ്റ്റും ചെസ്റ്റ് അളവും തമ്മിൽ ഒരേ വലുപ്പത്തിൽ വരുന്നു. അങ്ങനെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രത്യേകതകളിലൂടെ നമുക്ക് അളവ് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. ഇത് സാധാരണ രീതിയിൽ വെട്ടിയാൽ ഇവർക്ക് ചുരിദാർ കറക്റ്റ് ആവില്ല. ആദ്യത്തേത് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. സ്ലോപ്പ് കൊടുത്തിരിക്കണം. മൂന്നാമത്തത് കൈക്കുഴി നമ്മൾ ഷോൾഡറിനേക്കാളും കൂടുതൽ കൊടുത്തിരിക്കണം. അതുപോലെ ചെസ്റ്റ് അളവിലും ബ്രസ്റ്റ് അളവിലും 4 ഇഞ്ച് വ്യത്യാസമുള്ളതുകൊണ്ട് കർവ്ഡ് ഷേപ്പിലായിരിക്കണം നമ്മൾ ഇവിടം വെട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകതകളുള്ളവർ പലരും ഉണ്ടാവാം. അപ്പം നമ്മുടെ ശരീര അളവുകൾ എടുത്തിട്ട് ഇതിലെന്താണ് വ്യത്യാസം വരുത്തേണ്ടത് നമ്മൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചുരിദാർ കട്ട് ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചുരിദാർ തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് താഴെ ഇറക്കത്തിന് ഇവിടെ ഇച്ചിരി വീതി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ 14-15 ഇഞ്ചൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് വീതി ഇടുന്നത്. ഞാനിവിടെ 14 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ 12 ഇഞ്ച് ഇട്ടു. അതിനുശേഷം താഴേക്ക് ചെരിച്ച് വരച്ചു. ഇങ്ങനെയാണ് ഓരോരുത്തർ. നമ്മളിവിടെ 1 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനുള്ളത് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അതും വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ 3/4 ഇഞ്ച് ചെരിച്ച് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ തൂങ്ങിയിരിക്കും. അപ്പോൾ നമ്മളതും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം അവർക്ക് നമ്മൾ ദിവ്യക്ക് ഇത് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ കൺഫ്യൂഷനുള്ള ചുരിദാറിൽ വെട്ടാൻ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മളിത് എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത്
പുറകെഴുത്ത് വരുന്നത്. ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ വരും. അപ്പം ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുറച്ചുകൂടെ കുഴിച്ചു വെട്ടണം. ഇങ്ങനെ വരും. ഇത് പുറകും ഇത് ഫ്രണ്ടുമായിട്ട്. അപ്പം ഇത് ഞാൻ വെട്ടി കാണിക്കുന്നില്ല, കാരണം ദിവ്യ എവിടെയുള്ള ആളാന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനോട് ഷോൾഡർ കുറവും ആം ഹോൾ കൂടുതലും ഉള്ളവർക്ക് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്തു കഴിയുമ്പോൾ കൈക്ക് ടൈറ്റ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആം ഹോൾ റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അവർക്ക് ഷോൾഡർ കുറവും ആം ഹോൾ റൗണ്ട് കൂടുതലും ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കണം. നമ്മൾ ആം ഹോൾ റൗണ്ടിനനുസരിച്ചായിരിക്കണം നമ്മുടെ കൈക്കുഴി എപ്പോഴും കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കട്ട് ചെയ്താൽ ചിലർക്കത് കറക്റ്റ് ആവില്ല. കാരണം എന്ന് വെച്ചാൽ ആം ഹോൾ ഷോൾഡർ കൂടുതലും ആം ഹോൾ കുറവുള്ളവരുണ്ട്. ഇതിപ്പം ഷോൾഡർ കുറവും ആം ഹോൾ കൂടുതലുള്ളവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഷോൾഡറും കൈക്കുഴിയും ഷോൾഡറും ആം ഹോൾ റൗണ്ടും എല്ലാം ഒരേ അളവ് വരുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്, അതായത് ആം ഹോൾ റൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കൈക്കുഴിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കണം നിങ്ങളെപ്പോഴും കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് 24 അപ്പോൾ അതിനായിട്ട് ഞാൻ 4 പീസിലെടുക്കുമ്പോൾ കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ 2 പീസിലാക്കി മടക്കിയിട്ടു. അതിനുശേഷം നമുക്ക് ഇറക്കം എടുക്കണം. അപ്പം 24 ഇറക്കം പറഞ്ഞത്. അതായത് 24 നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. നമ്മൾ 1.5 ഇഞ്ച് ഇറക്കം കൂടുതലെടുത്തു. ഇനി നമുക്ക് വണ്ണം താഴ്വശത്ത് വണ്ണം 8.5. അപ്പോൾ നമ്മൾ 4.25. ഇനി മുകൾ വശത്തെ വണ്ണം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 35. 35ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 35ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.25. അപ്പോൾ 8.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ റിഗാൾ ഷേപ്പ് 35 ആയതുകൊണ്ട് തന്നെ നമ്മൾ 3.5 ഇഞ്ച് റിഗാൾ ഷേപ്പ് കൊടുത്തു. കൈ വണ്ണം നമ്മൾ 8.25 ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കൈ വെട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആം ഹോൾ റൗണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുള്ളതാണ്. കാരണം ഇവരുടെ ആം ഹോൾ റൗണ്ട് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആം ഹോൾ റൗണ്ട് ഈ അളവിൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കൈ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈ വന്നിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് അളന്ന് നോക്കിയാൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ആം ഹോൾ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ധൈര്യമായിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ ആം ഹോൾ റൗണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിങ്ങനെ വരച്ചു. അപ്പോൾ നമ്മൾ ഇച്ചിരി ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. 3/4 അല്ല, നമുക്ക് ഫുൾ കൈ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇല്ലെങ്കിൽ അവിടെ ലൂസ് വരും. ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോൾ റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 9.5 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ആം ഹോൾ റൗണ്ടിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം കൈ വെട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി 8.25, അതായത് ചെസ്റ്റ് അളവിൻ്റെ 4 വണ്ണം നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം 3.5 ഇഞ്ച് റിഗാൾ ഷേപ്പിനായിട്ട് നമ്മൾ ഇറക്കി അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മളത് വരച്ചിട്ട് നമ്മൾ ആം ഹോൾ റൗണ്ട് ഉണ്ടോയെന്ന് ഈ ഷേപ്പിൽ നമ്മൾ അളന്ന് നോക്കിയിട്ടായിരിക്കണം നമ്മൾ കൈ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചുരിദാർ കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് ദിവ്യ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അത് വരച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്